ഹായ് ഹലോ ഫ്രണ്ട്സ്, സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രസവത്തിനായിട്ട് വേദന കൊണ്ട് പൊളയുന്ന ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട് നമ്മുടെ സച്ചിക്ക്. അങ്ങനെ അവരെ കൊണ്ടുപോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് അവർ സച്ചിയുടെ കാറിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാണ്. പിന്നീട് സച്ചി ഇത് വളരെയധികം സന്തോഷത്തോടെ രേവതിയോട് വന്ന് അറിയിക്കുന്നുണ്ട്. രേവതി അതൊക്കെ കേൾക്കുമ്പോൾ ആകാംക്ഷയോടെ പിന്നീട് എന്താ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഞാൻ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഒടുവിൽ ആ സ്ത്രീയുടെ കൂടെയുള്ളവര് ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ വെച്ച് തന്നപ്പോ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്ന് നിനക്കറിയാമോ രേവതി? ആ കുഞ്ഞിനെ ഞാൻ എടുക്കുന്ന നിമിഷം എനിക്ക് എന്തോ പോലെയായി തോന്നി. എന്തുമാത്രം സോഫ്റ്റ് ആണെന്നറിയോ? നീ കെട്ടുന്ന പൂവില്ലേ, അത് കയ്യിലെടുത്ത് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെയായിരിക്കും ആ കുഞ്ഞ്. പിന്നെ ആ കുഞ്ഞ് കണ്ണുകൾ തുറന്ന് ആ കുഞ്ഞെന്നെ നോക്കി ചിരിക്കുന്നതും കൂടെ കണ്ടപ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു എന്നൊക്കെ വളരെയധികം ഇമോഷണലായിട്ടും സന്തോഷത്തോടും കൂടിയൊക്കെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ എല്ലായിടത്തും ഓരോരോ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നു. ഈ വീട്ടിൽ മാത്രം ഇതുവരെ വിശേഷങ്ങളൊന്നും ആയിട്ടില്ല. 3 മരുമക്കളുണ്ട്, പക്ഷെ ഒരു വിശേഷം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ രവീന്ദ്രൻ ചന്ദ്രയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട ചന്ദ്രേ, നമ്മുടെ 3 മരുമക്കളിൽ ഒരാളെങ്കിലും എത്രയും പെട്ടെന്ന് വിശേഷം അറിയിച്ചിരിക്കും ചന്ദ്രേ, നീ അതോർത്ത് സങ്കടപ്പെടണ്ട. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രയോട് പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിയും രേവതിയും ഒരു കള്ളച്ചിരിയോടെ പരസ്പരം നോക്കി നിൽക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞുപോയി. പിന്നീട് ഒരിക്കൽ രേവതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നു. വേഗം തന്നെ ഛർദ്ദിക്കാനായിട്ട് ഓടിപ്പോകുന്നുണ്ട് രേവതി. സച്ചിയാണെങ്കിൽ ഇത് കണ്ടിട്ട് പേടിയോടെ എന്തു പറ്റി രേവതി എന്ന് ചോദിച്ചുകൊണ്ട് പിന്നാലെ പോകുന്നുണ്ട്. നീ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചായിരുന്നോ, വയറിന് പറ്റാത്ത എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്നൊക്കെ സച്ചി തിരക്കുന്നതും രേവതി പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല സച്ചിയേട്ടാ, രാവിലെ മുതലേ എനിക്ക് ചെറിയ ക്ഷീണവും തലകറക്കവും ഒക്കെ തോന്നുന്നുണ്ട്, തീരെ വയ്യ എന്നും പറയുന്നുണ്ട് കേട്ടോ രേവതി. അങ്ങനെ രേവതി അവിടെ തളർന്നിരിക്കുന്നത് കാണുമ്പോൾ സച്ചി രേവതിക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കുടിക്കുന്ന സമയത്തും രേവതിക്ക് പെട്ടെന്ന് ഓക്കാനം വരികയാണ്. വീണ്ടും ഛർദ്ദിക്കാനായി ഓടിപ്പോകുന്നു. അപ്പോൾ രേവതിയുടെ ഈ അവസ്ഥ കാണുന്ന സച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചിന്തിച്ചു പോവുകയാണ് സച്ചി. അപ്പൊ രവീന്ദ്രനും ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, രേവതിക്ക് എന്ത് പറ്റി സച്ചി എന്ന്. സച്ചി പറയും, എനിക്കറിയില്ല അച്ഛാ, രേവതിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം വായിലേക്ക് വെക്കുന്നതും ഛർദ്ദിക്കുകയാണെന്ന് സച്ചി പറയുന്നുണ്ട് രവീന്ദ്രനോട്. ഉടനെ രവീന്ദ്രൻ പറയും, എന്നിട്ടാണോ നീ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചന്ദ്രമതിയും അവിടെ നിന്ന് മണത്തറിയുന്നുണ്ട്. ചന്ദ്രമതിക്ക് ഇക്കാര്യം അറിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പേടി പിടിക്കുകയാണ്. താൻ പേടിച്ചത് തന്നെ സംഭവിച്ചോ എന്നുള്ള ആ ഒരു പേടിയിൽ സച്ചിയും രേവതിയും മാറി മാറി നോക്കുന്നുണ്ട്. ചന്ദ്രമതി എന്തായാലും സച്ചി പിന്നീട് രേവതിയോട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, ചിലപ്പോൾ വയറിന് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, ഇതൊക്കെ അങ്ങ് മാറിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് രേവതി കിടക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല രേവതിയെ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ, ഇപ്പൊ സച്ചി ആണെങ്കിലും ഏതായാലും ഫ്രീ ആണല്ലോ, നീ സച്ചിയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് രവീന്ദ്രൻ. എന്തായാലും സച്ചിയും രവീന്ദ്രനും ഇങ്ങനെ മാറി മാറി നിർബന്ധിക്കുമ്പോൾ രേവതിയും പിന്നീട് മറുത്തൊന്നും പറയുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിക്കുന്നു. ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യവും പേടിയും എല്ലാം ഉണ്ട്. അപ്പൊ ആ സമയവും രേവതിയെ എങ്ങനെയൊക്കെ കുത്തി നോവിക്കാം, അതാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത്. വെറുതെ ഒന്ന് ഛർദ്ദിച്ചെന്നല്ലേ ഉള്ളൂ, ഈ ഒരു നിസാര കാര്യത്തിന് വെറുതെ നീ അവന്റെ കൂടെ പോയി എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്യാഷെല്ലാം മുടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നീ വന്ന് കയറിയ മുതലേ ഇവിടെ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ കേൾക്കുന്ന സച്ചി നല്ലത് തിരിച്ചു പറയുന്നുമുണ്ട്. അതെ, എന്റെ ഭാര്യ കാരണം എനിക്ക് നഷ്ടങ്ങൾ വന്നെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനി എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ തന്നെയാണ് കാരണം, അല്ലാതെ അതിന്റെ പേരിൽ എന്റെ ഭാര്യയെ നിങ്ങൾ കുത്തി നോവിക്കരുത്. അതാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ലെന്നും സച്ചി തിരിച്ചു പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി തന്നെ. രവീന്ദ്രൻ ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോഴെങ്കിലും നിന്റെ ഈ ദുഷ്ടത്തരം ഒന്ന് മാറ്റിവെക്കടി, നീ ഒരിക്കലും നന്നാവില്ലല്ലോ ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും മക്കള് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ, കാര്യം എന്താണെന്ന് അറിയാലോ, സമയം കളയണ്ടെന്നും പറഞ്ഞ് രവീന്ദ്രൻ സച്ചിയും രേവതിയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ അവരോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പീരിയഡ്സിന്റെ ഡേറ്റും ഒക്കെ രേവതിയോടായിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. പറഞ്ഞ രേവതി അപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത്. തന്റെ പീരിയഡ്സ് മിസ്സായ കാര്യം അവള് പോലും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ അങ്ങനെ രേവതിയോട് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളെന്താ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയാണോ വിളിപ്പിച്ചത്?
വേഗം ഇവളുടെ അസുഖം എന്താണെന്ന് പരിശോധിക്കാൻ നോക്ക്, എന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണ് ഡോക്ടറുടെ നേരെ സച്ചി. രേവതി ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, സച്ചിയേട്ട ഒന്ന് അടങ്ങിയിരിക്കുക. സച്ചിയുടെ ഈ ദേഷ്യവും പരിഭ്രമവും ഒക്കെ കാണുന്ന ഡോക്ടർക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, വൈഫിനെ കുറിച്ച് നല്ല ഉത്കണ്ഠയാണല്ലോ ഭർത്താവിന്, എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയും പറഞ്ഞിട്ട് സിസ്റ്ററെ വിളിപ്പിച്ച് രേവതിയുടെ ഫയൽ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുമ്പോൾ രേവതിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. രേവതിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്ദേശമൊക്കെ കണ്ട് സച്ചി എന്താ കാര്യമൊന്ന് തിരക്കുന്നുണ്ട്. അപ്പൊ രേവതി പറയും, അതൊക്കെ ഞാൻ പിന്നീട് പറയാമെന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിയുന്നതും ടെസ്റ്റിന്റെ റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഡോക്ടർ അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് വന്ന അവരോടായിട്ട് ഡോക്ടർ ആദ്യം തന്നെ ആ സന്തോഷ വാർത്ത പറയുകയാണ്. കൺഗ്രാറ്റ്സ്, നിങ്ങളൊരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നതെന്ന് സച്ചിയോട് ഡോക്ടർ പറയുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങോട്ട് സന്തോഷമാവുകയാണ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ആ ഒരു അവസ്ഥയിൽ എത്തുകയാണ് സച്ചി. ശേഷം സന്തോഷത്തോടെ രേവതിയെ നോക്കി രേവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, സത്യമാണോ ഡോക്ടർ ഞാൻ ഈ കേട്ടതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ചിരിയോടെ പറയുന്നുണ്ട്, എന്തേ ഇയാൾക്ക് വിശ്വാസം വരുന്നില്ലേ? അതേടോ, നിങ്ങളുടെ വൈഫ് 2 മാസം പ്രഗ്നന്റ് ആണ്. ഇതുകൂടെ കേൾക്കുന്നതും എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയാണ്. അവിടെ വെച്ച് രേവതിയെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിലും അത് ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ സച്ചി അതിന് തൽക്കാലം മുതിരുന്നില്ല. രേവതിയുടെ കയ്യിൽ വിടാതെ പിടിച്ചിരിക്കുകയാണ് സച്ചി സന്തോഷത്തോടെ. ഡോക്ടർ അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നുമുണ്ട്. തിരികെ പോകാനായിട്ട് കാറിൽ കയറിയ പാടെ സച്ചി രേവതിയെ ഇറുക്കെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി നമുക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി, എനിക്ക് എത്രമാത്രം സന്തോഷമായെന്ന് നിനക്കറിയോ? 2 ദിവസം മുമ്പ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് ഞാനിങ്ങനെ ഒരു നിമിഷത്തിനായിട്ട്. ഇപ്പതാ സ്വന്തമായിട്ട് നമുക്കൊരു കുഞ്ഞ് വരാൻ പോകുന്നു. നമ്മുടെ വീട്ടിൽ ഈ ഒരു കുഞ്ഞ് ഓടിക്കളിക്കാൻ പോകുന്നു. അച്ഛനൊക്കെ ഇതറിയുമ്പോൾ എത്രമാത്രം സന്തോഷമാകും അല്ലേ രേവതി? രേവതിയാണെങ്കിലും താനൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ എന്തുമാത്രം സന്തോഷത്തിലാണെന്ന് നമുക്കറിയാം. പിന്നീട് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന്. അച്ചമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് പലതും കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറ, ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയുടെ ഓരോ ഇഷ്ടങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് രേവതിക്ക് ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വീട്ടിൽ കൊടുക്കാനുള്ള സ്വീറ്റ്സും ഒക്കെ വാങ്ങുന്നുണ്ട് സച്ചി. അങ്ങനെ അവർ വീടെത്തുന്നതും കാറിൽ നിന്ന് ഇറങ്ങുന്ന രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും അകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ രവീന്ദ്രനാണെങ്കിൽ സച്ചിയും രേവതിയും കാത്ത് ഉമ്മറത്ത് തന്നെ ഇരിക്കുകയായിരിക്കും. അവര് വന്ന പാടെ രവീന്ദ്രൻ സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ നീ എന്തിനെങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇവൾക്ക് തീരെ സുഖമില്ലേ? ആ സമയം സച്ചിയും രേവതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും സച്ചി രവീന്ദ്രനോടായിട്ട്, മോൾക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ, അച്ഛൻ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും സ്വീറ്റ്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് സച്ചി. ശേഷം അച്ഛനോടായിട്ട് ഇതിൽ നിന്ന് എടുത്ത് കഴിക്ക്, കാര്യം എന്താണെന്ന് ഞാൻ അപ്പ പറയാമെന്നും സച്ചി പറയുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് വരികയാണ്. രവീന്ദ്രൻ സ്വീറ്റ്സ് എടുത്ത് കഴിച്ചുകൊണ്ട് എന്താ ഇനിയെങ്കിലും കാര്യം പറയാൻ പറയുമ്പോ സച്ചി ആഹ്ലാദത്തോടെ പറയുകയാണ്, അച്ഛാ ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. രേവതി ഗർഭിണിയാണ് അച്ഛാ, അച്ഛൻ വൈകാതെ ഒരു മുത്തശ്ശനാവാൻ പോവുകയാ. ഇത് കേൾക്കുന്നതും രവീന്ദ്രനാണെങ്കിലും നിറഞ്ഞ ചിരിയോടെ ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. പക്ഷെ ചന്ദ്രമതിയുടെ കാര്യത്തിലാണെങ്കിൽ അതോ ഗതിയെന്ന് വേണം പറയാൻ. ഈ വാർത്ത കേൾക്കുന്നതും ചന്ദ്രമതി ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട്. രവീന്ദ്രൻ പിന്നീട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ ഈ കേട്ടത് സത്യമാണോ? രേവതി അതേ എന്നുള്ള രീതിയിൽ നാണത്തോടെ തലകുലുക്കുന്നതും രവീന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛൻ ഒരുപാട് സന്തോഷമായി മക്കളെ എന്ന്. വർഷയ്ക്കും ശ്രുതിക്കും ഒക്കെ ആണെങ്കിലും ഈ വാർത്ത കേട്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. രേവതിയോട് അവര് രണ്ടുപേരും കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു. അങ്ങനെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ചന്ദ്ര മാത്രം അതിൽ നിന്നും എടുക്കുന്നില്ല സ്വീറ്റ്സ്. അപ്പോ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണുമ്പോ, ചന്ദ്രൻ നിനക്കൊരു സന്തോഷവുമില്ലാത്തത് എന്തുകൊണ്ടാ? നീ ഇന്നലെയും കൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട്. എന്നാൽ ചന്ദ്രൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇനി ഞാൻ സന്തോഷിക്കാത്തതിന്റെ ഒരു കുറവല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് മുഖം തിരിക്കുകയാണ്. ഏതായാലും സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, സുധിക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് കുഞ്ഞ് പിറക്കാൻ പോകുന്നത് അമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല അച്ഛാ. അമ്മ അങ്ങനെ പലതും പറയും. അച്ഛൻ എന്തായാലും അച്ഛമ്മയെ ഒന്ന് വിളിക്ക്, എനിക്ക് ഈ വിവരം ചൂടോടെ തന്നെ അച്ഛമ്മയെ അറിയിക്കണം. ഉടനെ തന്നെ രവീന്ദ്രൻ അച്ഛമ്മയെ വിളിക്കുന്നുണ്ട്. അച്ഛമ്മ ഫോൺ എടുക്കുന്നതും സച്ചി സന്തോഷത്തോടെ അച്ഛമ്മയോട് പറയുന്നുണ്ട് കേട്ടോ, അച്ഛമ്മയ്ക്ക് ഒരു പേരക്കുട്ടി ഉണ്ടാവാൻ പോകുന്നു. സച്ചിയിൽ നിന്നും ഈ വിവരം അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. ശേഷം അച്ഛമ്മ രേവതിയോടായിട്ട് ഭക്ഷണമൊക്കെ നല്ലോണം
കഴിക്കണമെന്നും ഒരുപാട് ജോലികളൊന്നും ചെയ്യരുതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും സഹിക്കാനാവാതെ വിഷമത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ രേവതിയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് സച്ചിയും രേവതിയും ഒക്കെ റൂമിലേക്ക് പോകുന്നതും രവീന്ദ്രൻ ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രൻ നിനക്കൊരു സന്തോഷമില്ലാത്തത്? സാധാരണ അമ്മായിയമ്മമാർ മരുമകൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? മരുമക്കളെ സ്നേഹം കൊണ്ട് മൂടും. പക്ഷെ നിന്റെ മനസ്സിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. നീ എന്താ ചന്ദ്ര ഇങ്ങനെ? അപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, എന്റെ മൂത്ത മകനെ സുധിയാണ്. അവനൊരു കുഞ്ഞു പിറക്കുന്നതിന് മുമ്പേ സച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. എനിക്ക് അത്ര വലിയ സന്തോഷവും തോന്നുന്നില്ല. രവീന്ദ്രൻ അത് കേൾക്കുമ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. എന്നിട്ട് ചന്ദ്രയോട് വീണ്ടും പറയും, എന്തൊരു മനസ്സാണ് ചന്ദ്ര നിന്റെ. സുധിയാണെന്ന് മൂത്തതെങ്കിലും ആദ്യം വിവാഹം കഴിഞ്ഞത് സച്ചിയുടെ അല്ലേ? കുഞ്ഞുങ്ങളുടെ വരദാനമാണ്. അത് ആർക്ക് എപ്പോ വേണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുമ്പോഴും രവിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സുധി കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്ന് തന്നെ പറയുകയാണ് ചന്ദ്ര. ഏതായാലും റൂമിലെത്തുന്ന സച്ചിയും രേവതിയും വീണ്ടും പരസ്പരം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അധികം വൈകാതെ നമ്മളൊരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആകും. ആൺകുഞ്ഞായിരിക്കോ അതോ പെൺകുഞ്ഞായിരിക്കോ? അച്ഛമ്മ പറഞ്ഞതുപോലെ നിന്നെപ്പോലെ ഒരു പെൺകുഞ്ഞിനെയാണ് എനിക്കും ഇഷ്ടം. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ ഇങ്ങ് കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ രേവതിയോട്. ഉടനെ രേവതി കുസൃതിയോടെ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും കുഞ്ഞിനെ കയ്യിൽ കിട്ടില്ല സച്ചേട്ടാ. ഇനിയും ഒരു 7 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 7 മാസം അല്ലേ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോവാ രേവതി എന്നും പറഞ്ഞിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് തന്റെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കുന്നുണ്ട് സച്ചി ആ സമയം. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, നീ കണ്ടല്ലോ അവൾക്കൊരു കുഞ്ഞു പറക്കാൻ പോകുന്നു. നീ ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവര് രണ്ടുപേരും അടിച്ചു പിരിയുമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ അവൾ ഗർഭിണിയാണെന്ന്. എനിക്കിതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഉടനെ ശ്രുതി പറയുന്നുണ്ട് ചന്ദ്രമതിയോട്, ആന്റി എന്താ പറയുന്നത്? സച്ചിയും രേവതിയും ഭാര്യാഭർത്താക്കന്മാരല്ലേ? ഏതൊരു ഭാര്യാഭർത്താക്കന്മാർക്കും ഇടയിൽ സംഭവിക്കേണ്ടതല്ലേ അവർക്കിടയിലും സംഭവിച്ചിട്ടുള്ളൂ. അവരുടെ വിവാഹമല്ലേ ആന്റി ആദ്യം നടന്നത് എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. എനിക്കിതൊന്നും ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. നിങ്ങൾക്കായിരുന്നു ആദ്യം ഒരു കുഞ്ഞു പിറക്കേണ്ടത്. അങ്ങനെയും പറഞ്ഞ ആ ദേഷ്യവും വിഷമവും ഒക്കെ ചന്ദ്രമതി പ്രകടിപ്പിക്കുന്നുണ്ട് ശ്രുതിയോട്. ഏതായാലും രേവതിക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ലക്ഷ്മിയും അതുപോലെ ദേവികയും ഒക്കെ വരുന്നുണ്ട് രേവതിയെ കാണാനായിട്ട്. അച്ചമ്മയാണെങ്കിൽ എത്തുന്നുണ്ട് കേട്ടോ, ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി രേവതിയുടെ വിശേഷമൊക്കെ വലിയൊരു ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത്. അച്ചമ്മയാണെങ്കിലും രേവതിയുടെ ഓരോ ആഗ്രഹങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ട് രേവതിയുടെ കൂടെ തന്നെ എപ്പോഴും നിൽക്കുന്നുണ്ട് സ്നേഹത്തോടെ. അപ്പോൾ ഈ റിവ്യൂ എല്ലാം തെലുങ്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെ മലയാളത്തിലേക്ക് ആവാൻ ഒരുപാട് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ഫേക്ക് ആയിട്ടുള്ള റിവ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും കരിപ്പാവരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്